ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് അപ്രതീക്ഷിതമായി നമ്മൾ വയനാട്ടിലേക്ക് വന്നു. ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലേക്ക്, അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഉണ്ണിപ്പാപ്പൻ കുളിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഉണ്ണിപ്പാപ്പനെല്ലാം കാണാം. മാളും ഇതാ രാവിലെ തന്നെ തണുപ്പും കാര്യങ്ങളിലായി അടുക്കളയിൽ കയറാൻ മടിച്ചു നിൽക്കുന്ന മാളും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്ന് ഇതേ വയനാട്ടിലെത്തി. ഇച്ച ഇവിടെ വന്നിട്ട് ഉണ്ണിപ്പാപ്പൻ എട്ടിൻ്റെ പണി വന്നു ഗൈസ്. ഉണ്ണിപ്പാപ്പൻ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം ചെയ്താലേ തിന്നാൻ തരുന്നതാണ്. എന്തായാലും പണിയെടുത്താലേ തിന്നാൻ തരുമെന്ന് പറഞ്ഞു. കണ്ണൂർ തന്നെ എന്നാ മതിയായിരുന്നു അല്ലേ. വീട്ടിലൊരു ശകലം പോലും ശരീരം അനങ്ങി പണിയെടുക്കാത്ത ആളാട്ടോ. നിങ്ങൾ കണ്ടോ ഗൈസ്? എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടേ നമ്മളൊന്ന് പുറത്തോട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ച് വരാൻ നോർത്ത്. നമുക്ക് സമയമൊന്നുമില്ല, എന്നാലും ഒന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇതേ കാണുന്നത് നമ്മുടെ വള്ളിയൂർക്കാവ് ക്ഷേത്രമാണ്. മാനന്തവാടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചറിഞ്ഞൊരു കാര്യമാണ്. പിന്നെ ആദിവാസികളുടെ ക്ഷേത്രമാണ്. പിന്നെ മാനന്തവാടിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രവും കൂടെയാണിത്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്, എന്നാലും ഇച്ച പറഞ്ഞുള്ളൊരു അറിവാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഉത്സവത്തിൻ്റെ ടൈമിൽ ഭയങ്കര ചന്തയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ഒഴുകുന്ന ആറാണ്, കബനി എന്ന് പറയും. ഇതിൻ്റെ കാര്യം ചോദിച്ചു ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇച്ചേ നമ്മുടെ ഉണ്ണിയങ്ങളും കൂടെ പറഞ്ഞു, പണ്ട് ഇവിടെ ഒരാൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ചെരുപ്പ് ഉരിയിട്ടിട്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. അന്നേരം അവിടെ നിന്ന് ഒരാൾ കണ്ടിട്ട് ആൾ ആത്മഹത്യക്ക് ശ്രമിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്ന് തപ്പിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ആളുടെ വീട്ടിൽ അറിയിക്കണമല്ലോ. അന്നേരത്തേക്കും രണ്ടുപേരും അവിടെ പോയപ്പോഴത്തേക്കും പുള്ളി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. പുള്ളി നീന്തി കയറി വീട്ടിൽ ചെന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര, നമ്മുടെ ഇച്ചയൊക്കെ ഇവിടെ വന്നൊരു ടൈമിലായിരുന്നു. ഇവരത് കണ്ടിട്ട് പോകുന്ന ആ ടൈമിലായിരുന്നു. അപ്പോൾ ഈ ആറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞിങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആൾ ചാടിയ സ്ഥലം കേട്ടോ. ഇവിടെ നിന്നെടുത്ത് ചാടിയത് ആൾക്കാർ കണ്ടത്. നമ്മളങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ ആനയെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രാവിലെ ഇറങ്ങിയത്. ഇനി ആനയെ കാണുമോ ഇല്ലയോ എന്ന്. എനിക്ക് ആനയെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇവർക്കാർക്കും ആനയെ കാണണമെന്നൊന്നുമില്ല കേട്ടോ. ഇവർക്കങ്ങ് പേടിയാണ്. കാരണം നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് സ്ഥലമൊക്കെ. നമ്മുടെ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയൊക്കെ. അപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്ന്. നമ്മൾ പോകുന്നത് മുത്തങ്ങ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ഗുണ്ടൽപേട്ട് വരെ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്നൊക്കെയുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സുൽത്താൻ ബത്തേരി വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആനേനെയൊക്കെ കാണുമെന്നും പറഞ്ഞുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആനേനെ കാണുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. എനിക്ക് കെട്ടിയിട്ട് ആനേനെ കാണിക്കുമോ എന്ന് ഒരു സംശയമൊക്കെ ഉണ്ട്. ഇച്ചയുടെ സ്വഭാവമായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ചുടുകട്ട ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ മൺകട്ടയില്ലേ, അപ്പോൾ അതുണ്ടാക്കുന്ന സ്ഥലമാണ് ഇത്. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ പോലീസ് പിടിച്ചു ഗൈസ്. പോലീസ് വന്ന് നമ്മുടെ വണ്ടിയിലോട്ട് നോക്കിയപ്പോൾ ആരായിരിക്കുന്നത്? അവിടെ ഇച്ച കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നേ അങ്ങ് പോവാ കേട്ടോ. ഇതാണ് നമ്മുടെ ബത്തേരി ടൗൺ. നമ്മൾ ഈ വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ പതുക്കെ മഴ പെയ്ത് തുടങ്ങി. നമ്മൾ കാണാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കാണുമോയെന്നറിയത്തില്ല, എന്നാലും നമ്മൾ പോവുക. കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ മാറുമായിരിക്കും, ചെറിയ രീതിയിലേ ഉള്ളൂ. അതേ അങ്ങനെ വന്ന് നമ്മൾ റംബൂട്ടാൻ കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ വില ചോദിച്ചപ്പോൾ തീ വിലയാണ് കേട്ടോ. 350 രൂപ എങ്ങാണ്ട് ഒരു കിലോയ്ക്ക് എങ്ങാണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ, കോട്ടയത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ആണെങ്കിൽ എടുത്തിട്ട് തട്ടി കളിക്കുന്ന സാധനം ഇവിടെ 350 രൂപയ്ക്ക് വിൽക്കുന്നത്. നമ്മളിത് മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. ഇവിടെ 2 ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് എക്സൈസിൻ്റെയും പിന്നെ ഒന്ന് RTOയുടെയും. ഈ അമ്പലം സീതാദേവിയുടെ അമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് അറിയത്തൊന്നുമില്ല, നമ്മുടെ അങ്കിള് പറഞ്ഞു തന്നാണ്. അപ്പോൾ മരിച്ചു പോയ ആൾക്കാരുടെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു അമ്പലമാണ്.
അങ്ങനെ ഗൈസ് നമ്മളിതേ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇതേ കർണാടകയിലോട്ട് കയറുക കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഒരു ആനയെ പോയിട്ടൊരു പൂച്ചേനെ പോലും ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. അവിടെ വന്നപ്പോൾ കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. അതുങ്ങളാണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയത് നോക്കി നമ്മുടെ വണ്ടിക്കകത്തോട്ട് നോക്കിയിരിക്കുക, നമ്മളെന്തെങ്കിലും കൊടുക്കുമോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. നമ്മളിതേ വണ്ടി നിർത്തി നോക്കുന്ന കണ്ടിട്ട് അതുങ്ങളാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ പേടിയാണ്, കാരണം പണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരു ചെറുപ്പഴം തട്ടി ഒരു കുരങ്ങൻ ഓടിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ ഫോണെങ്ങാനും കൊണ്ടുപോകുന്നോർത്ത് ഞാൻ ഇങ്ങനെ പേടിച്ച് ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ കർണാടക ഫോറസ്റ്റിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ നമുക്ക് എൻട്രി പാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതടച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി. അതങ്ങനെ കൊടുക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല, പിന്നെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇവിടെ ആന കുളിക്കാൻ വരുന്ന സ്ഥലമാണ്, പക്ഷെ നമ്മളിവിടെ ഒരു ആനയെ പോലും ഒരു പശുവിനെ പോലും കാണുന്നില്ല. ഗൈസ് നമ്മളിത് മാനിനെയൊക്കെ കണ്ടു ഗൈസ്, പക്ഷെ ഇതുണ്ടല്ലോ ശരിക്കും കാണാൻ പറ്റുന്നില്ല, അങ്ങ് ദൂരെ കേട്ടോ. നമ്മള് മയിലിനെ കണ്ട് ഗൈസ്. അയ്യോ നല്ല രസമുണ്ട്, സൗന്ദര്യമുള്ള ആ നദിനുണ്ട് സുന്ദരിയായ അടിപൊളി ഡയറ്റ് എടുക്കുന്ന മയിലാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് ദേ നമ്മളിതേ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇതേ കുറേ മാങ്ങ അങ്ങ് തൊട്ട് കാണുന്ന കേട്ടോ, മാങ്ങ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി. അപ്പോൾ ഗൈസ് നമ്മളിതേ സൂര്യകാന്തി. അപ്പോൾ ഗൈസ് ഇത് എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. അങ്ങനെ അതെ അവിടെ നമ്മൾ പൂവൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കെല്ലാം വഴി സൈഡിൽ ഇങ്ങനെ ഓരോരുത്തർ ഇരിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഇങ്ങനെ വിൽക്കാൻ വേണ്ടി അവർ കൂട്ടിയിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിൻ്റെ പാടമാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇങ്ങോട്ടൊന്നും അങ്ങനെ മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ മഴയൊന്നും ഇങ്ങോട്ടില്ല. അപ്പോഴത്തേക്ക് അവരവിടെ നല്ല വെയിലത്ത് ഇങ്ങനെ ഇരിക്കുക, വെയിലത്ത് ഇരുന്ന്. അപ്പോൾ അവർ കച്ചവടം ചെയ്യുക, കുറേ ആൾക്കാരത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവരെന്തോരം കഷ്ടപ്പെട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. സൂര്യകാന്തിയൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല മഞ്ഞ മെത്ത വിരിച്ചേക്കുന്ന പോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം കാണുന്നത് കേട്ടോ. കുറേ ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ പൂ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് നമുക്ക് ഈ കൃഷിയൊക്കെ നടത്തുന്നത് നമുക്ക് വേണ്ടിയാണ് കേട്ടോ. കാരണം ഓണത്തിന് പൂവൊക്കെ ആക്കാൻ വേണ്ടിയാണ് അവർ ഇവിടെ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം മഴയൊക്കെ കുറവായതുകൊണ്ട് എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ എല്ലാ കൃഷികളും നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ പോയ കാര്യങ്ങളെല്ലാം കണ്ടു. നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ആ കാര്യമൊന്നും കണ്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഫുഡ്, നമ്മൾ ഗുണ്ടൽപേട്ട് വന്നാണ് ഫുഡൊക്കെ കഴിച്ച്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി, ഉള്ളിയൊക്കെ വാങ്ങി. അങ്ങനെ നേരെ നമ്മളിതേ മാനന്തവാടിയിലോട്ട് പോവാം കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമുക്കിനി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, കണ്ടാൽ ഭാഗ്യമെന്ന് പറയാം. അങ്ങനെ ഇതേ വന്ന് നമ്മൾ കുറേ മാനുകളെ കണ്ടു കേട്ടോ. കുറേ കൂട്ടമായിട്ട് വന്ന് നിൽക്കുക, അവർ വെള്ളം കുടിക്കാൻ വന്ന് നിൽക്കുന്നായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തി നമ്മളത് നോക്കി നിന്ന് കേട്ടോ. നമ്മൾ ആകെ പോയിട്ട് കണ്ട കാര്യം ഈ ഒരു മാനിനെയും ആ മയിലിനെയും മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു സാധനത്തിനെയും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ വണ്ടി അവിടെ എങ്ങ് സ്ലോ ആക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നു കേട്ടോ. ഇവിടെ വണ്ടി ഒന്നും നിർത്താൻ പാടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. മാനിനെയെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോണം വരെ എല്ലാവർക്കും ബൈ.